ചേച്ചി ഞാൻ സുരേഷന്റെ വീട്ടിൽ ചെന്നപ്പോ സുരേഷനെ വാലിന്റെ അവിടെ ഇങ്ങനെ കൈ വെച്ച് നിൽക്കുന്നു. ഞാൻ അവിടെ കേറണോ കേറേണ്ടത് എനിക്കൊരു ഭയങ്കര അന്താളിപ്പ്. അവന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത പതുക്കെ മൈൻഡ് ചെയ്യാതെ പതുക്കെ നൈസ് ഇങ്ങനെ നടന്ന് ഈ പ്ലാവിന്റെ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവ എന്നെ ഉഴപ്പിച്ച് വെച്ച് നോക്കുന്നു. പോയി പിന്നെ ചേട്ടൻ എന്ന് പറയത്തില്ല, പ്ലാവിൽ ഓടിച്ചെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയത്തില്ലേ. ഞാൻ അങ്ങനെ പ്ലാവിന്റെ മൂട്ടി ചെന്നു. അപ്പൊ ഇവൻ മന്ദം നടന്ന് എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്കാണെങ്കിൽ നെഞ്ചിടി കൂടി. ഞാൻ പ്ലാവിന്റെ മൂട്ടി ചെന്നു. ഞാനിങ്ങനെ നൈസിന് നോക്കി. ഇവനെ എന്റെ അടുത്ത് വന്നിട്ട് സത്യം ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരുന്നു ചേച്ചി. സുരേഷിന്റെ പറഞ്ഞ കേക്ക്. സുരേഷിന്റെ അടുത്ത് വന്നിട്ട് എന്നെ പൊക്കി അങ്ങ് എടുത്തു. ഓടിച്ചു പ്ലാവില. നാട്ടുകാരെങ്കിലും കണ്ടാടി? ഇല്ല, നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞാലും ഇവിടെ ആരുമില്ല. നീ പോരെ എന്റെ അടുത്ത് പറഞ്ഞാലും സുരേഷിനെ പറഞ്ഞായിരുന്നു. വാക്കുകൾ വളച്ചടിക്കരുത്. എന്റെ പേര് ഗാർഡനർ എന്നല്ല. ഓ, ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരെന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും ഇട്ട പേര്. അയ്യോ, അറിയില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഇതെന്താണ് ഈ കലണ്ടറെ സൂചി കുത്തി വെച്ചേക്കുന്നത്? അത് ഞാൻ തയ്ച്ചിട്ട് ഇങ്ങോട്ട് അങ്ങ് പെട്ടെന്ന് കുത്തുന്നതാ. അതല്ലേ കാലെ കൊണ്ടാൽ. അയ്യോ വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇത്രയും പൊക്കത്തിൽ കിടക്കുന്ന സൂചി എങ്ങനെയാ മനുഷ്യ നിങ്ങളുടെ കാലെ കൊള്ളുന്നേ? ഇതെന്റെ വീട്, എന്റെ ഭിത്തി, എന്റെ കസാര. എനിക്ക് തോന്നുന്നു ഈ കസാര കയറിയിട്ട് കലണ്ടറിലൊന്നും ചവിട്ടണം തോന്നിയിട്ടില്ല. നിങ്ങളുടെ മുട്ടുകാരി തല്ലി ഓടിക്കും ഞാൻ. അയ്യോ, എവിടെ എന്റെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നത്? ഇപ്പൊ തന്നെ തല്ലി ഓടിക്കും. എടാ സുധാകരോ, എന്നിട്ട് ഓടി തല്ലടാ. ഇവളെന്നെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നത് നിനക്ക് കാണാം. സുധാകരനെ വിളിക്കുന്നേ? അയലക്കത്താറ് വടക്കുണ്ടാക്കുന്ന കാണാൻ സുധാകരന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കണ്ട സുധാകരൻ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണ് സുധാകരനെ സുഖിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണണമായിരുന്നു. രവിവർമ്മ ചിത്രം വരച്ചതുപോലെ ആയിരുന്നു. എന്തോ നോക്കുന്നേ? രവിവർമ്മ ഏത് ഭാഗത്താ വരച്ചു നിർത്തിയത് നോക്കി. കളിയാക്കാനല്ലേ അറിയത്തോ. ഇങ്ങോട്ട് വന്നിനി. അമ്മ പറഞ്ഞിട്ടാ മീൻ വാങ്ങാൻ പൈസ തരാൻ പറഞ്ഞു. ഇന്നലെ 150 റുപ്യക്ക് മനസ്സില്ലേ? ഒന്നിറക്കലോ? അത് ഇന്നലല്ലേ? ആ, അത് കഴിഞ്ഞു. അതായിരുന്നു നീയല്ലേ? നീ മറ്റുണ്ടോ പോയിട്ട്? ഇന്ത്യയിൽ ഇടുന്ന പൈസ ഉണ്ടാക്കണം പോയിട്ട്. രണ്ടാളാടി ഇരുന്ന് തിന്നില്ല നിന്റെ അമ്മയും നീയും. പൈസ തരണം അമ്മ പറഞ്ഞതാ. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. പഠിക്കാൻ പോയാ പഠിക്കൂല. നീ പഠിക്കാൻ പോയില്ലേ? എന്നിട്ടെന്തായി? അത് തോറ്റുപോയി. എങ്ങനെ പറ്റേ? ടീച്ചർമാരെ തോപ്പിച്ച്. പഠിക്കാണ്ട് ടീച്ചറെ +2 പാസ്സാക്കോടാ. അപ്പൊ അതൊന്നല്ല, പൈസ തരുമോ? ഇപ്പൊ പൈസ ഇല്ല എന്റെ അടുത്ത്. അപ്പൊ അച്ഛൻ ഉച്ചയ്ക്ക് ഇടുന്ന ചോറിനാ ഞാൻ ഓട്ടം കഴിച്ചോളൂ. നീ പോയതിനടുത്ത്. അപ്പൊ ഞാനും അമ്മയാ? നീ അമ്മയും പട്ടി നടന്നോ? ഇപ്രായത്തിലെ മക്കളോട് ഇങ്ങനെ പെരുമാറണം ദൈവം ചോദിച്ചോളൂ കേട്ടോ. ആ, ദൈവം ചോദിക്കും. ജപത്തോട് ഞാൻ പറഞ്ഞോളൂ. നീ പോട്. നല്ല പണിക്കാരനാണ്. ഉപ്പും മുളകും കുടിക്കും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ്. ഞങ്ങളെ ആരും അന്വേഷിക്കരുത്. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഈ അനിയത്തി ഒളിച്ചോടി പോകുന്നത്. ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തൊട്ടേ ഞാൻ ചേട്ടനെ നോട്ടം ഇട്ടതായിരുന്നു. ചേട്ടൻ തിരിച്ചു. ഇപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് ധൈര്യം തന്നു നമുക്ക് ഒളിച്ചോടി പോകാമെന്ന്. അങ്ങനെയാണ് ചേച്ചിയും ചേച്ചിയുടെ മക്കളെക്കാളും കൂടുതൽ ഞാൻ ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിച്ചു പോയി. എനിക്ക് പിരിയാൻ പറ്റത്തില്ല. ഫെബ്രുവരി 14 ഞങ്ങൾ ഒളിച്ചോടാമെന്ന് തീരുമാനിക്കുന്നത്, വാലന്റൈൻസ് ഡേ അന്ന്. അതുകൊണ്ട് തന്നെ അന്നാണ് പൈങ്കിളി റിലീസാവുന്നത്. അപ്പോൾ പൈങ്കിളി റിലീസാവുമ്പോൾ ഞങ്ങൾ 4 പേര് കൂടുമല്ലോ. അതൊന്ന് കയറി കാണുമ്പോൾ നിങ്ങളും അവിടെ കാണാൻ വന്നു കഴിഞ്ഞാൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തരുത്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രണയകഥയാണല്ലോ പൈങ്കിളിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് 4 പേരെ അറിയിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാൻ. അത് മാത്രമല്ല, എനിക്ക് 3-4 പേരെ കാണാനുണ്ട്. പൈങ്കിളി സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 5 പേർക്കുള്ളതായിപ്പോയി. നമ്മൾ 2 പേരല്ലേ, 3 പേരില്ലേ ബാക്കി. പെണ്ണുപിള്ളേ മക്കളോട് വരട്ടെ. ചേട്ടൻ്റെ ഈ മനസ്സാണ് എന്നെ ചേട്ടനിലേക്ക് ആകർഷിപ്പിച്ചത്. ചേട്ടൻ ഭയങ്കര സ്നേഹമാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ. ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ചേട്ടനെ വന്ന് കാണാം. അതെ, എനിക്ക്